ഈ മൈക്കൊന്ന് പിടിക്കുമോ? ഞാൻ ആക്ച്വലി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു ഇലക്ട്രിക് സൈക്കിളിൽ പോകുന്നത് കണ്ടിട്ട് ഞാൻ ഒന്ന് നിർത്തിയത്. ആക്ച്വലി എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാനൊരു EV പ്രൊമോട്ട് ചെയ്യുന്നൊരു ചാനലാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ. ഇത് ഞങ്ങൾ ഇലക്ട്രിക് സൈക്കിൾ ഞങ്ങളുടെ തന്നെ കമ്പനിയുടെ ഒരു സൈക്കിളാണ്. ഓക്കെ. ഇതിപ്പോൾ NFB എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. NFBയുടെ iBike എന്ന് പറയുന്നൊരു മോഡലാണ്. iCycle Pro എന്ന് പറയുന്ന മറ്റൊരു മോഡലാണ്. അപ്പോൾ ഞങ്ങൾ റെഗുലറായിട്ട് ഒരു 1 hour സൈക്ലിംഗ് ചെയ്യാറുണ്ട് എല്ലാവരും. ഇത് എത്ര വാട്ട്സിൻ്റെ മോട്ടറും അതുപോലെ തന്നെ ബാറ്ററി പാക്ക്, ഇതിൻ്റെ ചാർജിങ് ടൈം, അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇത് ഇത്രയും ഫാറ്റായിട്ടുള്ള ടയർ ഉണ്ടാകുമ്പോൾ നമുക്ക് എത്ര കംഫർട്ടബിളാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ആക്ച്വലി ഇത് നമ്മുടെ ഒരു iBike എന്ന് പറയുന്ന ഒരു പ്രീമിയം മോഡലാണ്. ഓക്കെ. സാർ പറഞ്ഞ പോലെ ഇതൊരു ഫാറ്റ് ബൈക്കാണ്. ഫാറ്റ് ബൈക്കിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു ടെറൈനും, അതായത് ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞല്ലോ iBike ഞങ്ങളൊരു ബൈക്കായിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഏതൊരു ടെറൈനിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ബീച്ച് ആണെങ്കിൽ കൂടെ. അതൊന്ന് തിരിച്ചു പിടിച്ചാൽ മതി. ഇതൊരു ബീച്ചാണെങ്കിൽ കൂടി നമുക്ക് ബീച്ചിൽ വരെ നമുക്കിത് ഓടിക്കാൻ പറ്റും. ഏതൊരു ടെറൈനിലും നമുക്കിത് ഓടിക്കാൻ പറ്റും. ഓക്കെ. അതോടൊപ്പം തന്നെ നമുക്കൊരു ബൈക്കിൻ്റെ ഒരു കംഫർട്ട്, സൈക്കിളിൻ്റെ ഒരു കംഫർട്ടിൽ മാറിയിട്ട് ബൈക്കിൻ്റെ ഒരു കംഫർട്ട് നമുക്കിത് കിട്ടുന്നുണ്ട്. ഓക്കെ. iBikeൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ദെൻ നമുക്കിതിൽ നമ്മൾ യൂസ് ചെയ്തുള്ള ഏകദേശം ഒരു 350 വാട്ട്സിൻ്റെ ഒരു BLDC ഹബ്ബ് മോട്ടറാണ്. ഹെവി ഡ്യൂട്ടി ഹബ്ബ് മോട്ടറാണ്. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ്. ഒരു 5 റൈഡിങ് മോഡ് വരുന്നുണ്ട്. ഇതിന് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്? നമുക്ക് റേഞ്ച് എന്ന് പറയുന്നത് 2 രീതിയിലാണ്. നമ്മൾ ഫുൾ ത്രോട്ടിൽ പോവുകയാണ്, അതായത് EV മാത്രമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 35 to 40 കിലോമീറ്ററാണ് നമ്മൾ മൈലേജ് പറയുന്നത്. ഓക്കെ. പെഡൽ അസിസ്റ്റൻസ് കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് മൈലേജ് കിട്ടും. വീട്ടിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യാൻ ഡിറ്റാച്ചബിൾ ബാറ്ററിയാണ്. ഊരിയെടുത്ത് നമുക്കിപ്പോൾ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ചാർജ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. ഡിറ്റാച്ചബിൾ ബാറ്ററിയാണ്. ഓക്കെ. ഒരു 3 to 4 hours ആണ് ഫുൾ ചാർജിങ് ടൈം വരുന്നത്. ഓക്കെ. ഓക്കെ. അതേപോലെ ബാറ്ററിയുടെ കപ്പാസിറ്റി നിങ്ങൾ പറഞ്ഞായിരുന്നു. ബാറ്ററി കപ്പാസിറ്റി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബേസ് മോഡൽ നമുക്ക് വരുന്നത് 36 വോൾട്ട് 7.5 AH ലിഥിയം ബാറ്ററിയാണ്. ഓക്കെ. ലിഥിയം ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാത്തിലും ലിഥിയം ബാറ്ററി തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒന്ന് ലുക്ക് വൈസ് ആണെങ്കിലും അതിൻ്റെ നല്ലൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നമുക്ക് എത്ര കിലോമീറ്റർ ആണ് സ്പീഡ്, അതേപോലെ തന്നെ എത്ര കിലോമീറ്റർ നമുക്ക് ഓഡിയോ എല്ലാം നമുക്ക് അതിനകത്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഇപ്പം സസ്പെൻഷൻ ആണെങ്കിലും ഒരു ഇന്ത്യൻ റോഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഫാറ്റ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇപ്പോൾ സാറൊന്ന് യൂസ് ചെയ്താൽ മനസ്സിലാവും, ഭയങ്കര സുഖമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സെയിൽ എവിടെയാണ് ശരിക്കും? ആക്ച്വലി ഇത് കാണുന്ന ആളുകൾ വിചാരിക്കും ഞങ്ങൾ പരസ്യമാണെന്ന് വിചാരിക്കും. അല്ല, ആക്ച്വലി പരസ്യമില്ല. ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചാനലല്ല. നമ്മൾ നല്ലതാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിപ്പോൾ iBike മോഡൽ ഇപ്പോൾ നമ്മൾ സെലിബ്രിറ്റീസ് വരെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ അബു സലീം സാറൊക്കെ അല്ലേ, പുള്ളിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു മോഡലാണ്. ഞങ്ങൾക്ക് 60-ലധികം ഡീലർഷിപ്സ് ഓൾ കേരളമുണ്ട്. ഓക്കെ. ഇപ്പോൾ കാലിക്കറ്റ് ഫോക്കസ് മാള്, അതുപോലുള്ള കാലിക്കറ്റ്, അതുപോലെ എറണാകുളം, കോട്ടയം തുടങ്ങി കേരളത്തിൽ ഉടനീളം ഒരു 60-ലധികം ഷോറൂംസ് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകാൻ പോവാണ്. അതെ അതെ അതെ. ഓക്കെ. ഇതിൻ്റെ വിലയും വാറണ്ടിയൊക്കെ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? വിലയും വാറണ്ടി നമുക്ക് ഇതല്ലാതെ വേറെ വാരിയൻസ് ഉണ്ട്. ഇത് ഏകദേശം ഒരു 80 രൂപ 90 രൂപയുടെ അടുത്ത് വരും. ഓക്കെ. ഇത് ഈ ഫാറ്റ് ഫാറ്റ് ബൈക്ക്. ഓക്കെ. ഓക്കെ. ഇത് ഏകദേശം എത്ര വരുന്നത്? നമുക്ക് ഓഫറും കാര്യങ്ങളും റണ്ണിങ് ആണ് ഇപ്പോൾ. അതെന്ന് വെച്ചാൽ ഞങ്ങൾ കമ്പനി ആയതുകൊണ്ട് ഡീലർഷിപ്സ് ആണ് സെല് ചെയ്യുക. അപ്പോൾ അവിടെ ഓരോ പ്രദേശം ഏകദേശം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ ആൾക്കാർ ചോദിക്കും. നമുക്ക് 34 മുതൽ മുകളിലേക്കുള്ള മോഡൽസ് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ യൂസ് അനുസരിച്ചാണ്. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ട്യൂഷന് പോവാ, അല്ലെങ്കിൽ ഒന്ന് സ്കൂളിലേക്ക് പോവാ, ആ രീതിയിലാണെങ്കിൽ നമുക്ക് ചെറിയ ഏറ്റവും ബേസ് മോഡൽ അവർക്ക് മതിയാവും. അത് തന്നെ ഏകദേശം 35 കിലോമീറ്ററോളം മൈലേജ് ഉണ്ട്. അതോടൊപ്പം തന്നെ ക്യാരിയറൊക്കെ വരുന്നുണ്ട് കുട്ടികൾക്ക് ബാഗൊക്കെ വെക്കാനൊക്കെ ആയിട്ട്. ഇനി ഒരാളെ ബാക്കിൽ വെച്ചുകൊണ്ട് ഓടിക്കാനാണെങ്കിലും ഏകദേശം ഒരു 70-80 കിലോ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻബിൽഡ് ആയിട്ട് വരുന്ന ക്യാരിയർ വരുന്ന മോഡൽസ് ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് iCycle Pro Plus എന്ന് പറയുന്ന മോഡൽ നമുക്കൊരു 54-55 ആ ഒരു റേഞ്ചാണ് നമുക്ക് പ്രൈസ് വരുന്നത്. ദെൻ നമ്മുടെ iBike പ്രീമിയത്തിലേക്ക് വരുന്ന സമയത്ത് ഓഫർ കഴിഞ്ഞത് നമുക്കിപ്പോൾ അതൊരു 60, 64, 62 ആ ഒരു റേഞ്ചിൽ നമുക്കിപ്പം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. EMI സൗകര്യമൊക്കെ ഉണ്ട്. ബജാജ് പോലുള്ള ഫിനാൻസുകളും കാര്യങ്ങളൊക്കെ തന്നെ. വാറണ്ടിനെ പറ്റി പറഞ്ഞിട്ട് വാറണ്ടി നമുക്ക് 3-4 കമ്പോണൻ്റ് ആണ് എപ്പോഴും ഒരു EVൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോട്ടർ, ബാറ്ററി, കൺട്രോളർ ആൻഡ് ചാർജ്. ഈ 4 സാധനത്തിന് വാറണ്ടി ഉണ്ട്. മോട്ടറിന് വന്നിട്ട് നമുക്ക് ബേസ് ഹൈ എൻഡ് മോഡലാണെങ്കിൽ അപ് ടു 3 ഇയർ വരെ വാറണ്ടി വരുന്നുണ്ട്. ബാറ്ററിക്ക് നമുക്ക് 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്. ചാർജറിനും കൺട്രോളറിനും 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. വാറണ്ടി പീരീഡിൽ വാറണ്ടി നമുക്കിപ്പം പ്രീമിയം മോഡലാണെങ്കിൽ ഓൺ സൈറ്റ്, ഇപ്പം കൂടുതൽ കുട്ടികളാവാം ഈ വണ്ടി ഉപയോഗിക്കുന്നത്,
അപ്പോൾ അവർക്ക് സർവീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ടാണ്. സർവീസ് സെൻറ്റർ നമ്മൾ കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് വരുന്നുണ്ട്, എല്ലാ ഷോറൂംസിലും നമുക്ക് സർവീസ് വരുന്നുണ്ട്. എന്നാലും നമ്മുടെ ടെക്നീഷ്യൻസ് ഓൺ സൈറ്റിൽ നമ്മുടെ വീട്ടിൽ പോയി ഡോർ സ്റ്റെപ്പ് സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിപ്പം സ്കൂൾ കുട്ടികൾക്കാന്ന് വേണ്ടി നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ കോഴിക്കോട് സെൻട്രൽ സ്കൂള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മറ്റേ KB കേന്ദ്രീയ വിദ്യാലയം, അതൊരു കയറ്റാണ്. അപ്പൊ ഇതിന്റെ ഗ്രേഡബിലിറ്റി എത്ര ഉണ്ട്? സാർ ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. ഞാനിപ്പോ നമ്മുടെ ബീച്ചിന്റെ കയറ്റം ഉണ്ടല്ലോ, ആ ഫ്ലൈ ഓവർ ഒക്കെ ചവിട്ടി വരുന്നതാണ്. ഇപ്പൊ ഞാൻ പറയുമ്പോ സാറിനൊന്ന് എന്തായാലും ഒരു വ്യൂവേഴ്സിന് ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. ഇപ്പൊ ഞങ്ങളെ ഷൂട്ട് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നന്നാവും. തീർച്ചയായിട്ടും നമ്മൾ ഈ iBike മോഡല് നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, അബു സലീം സാറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് വയനാട്ടിൽ. ഞങ്ങളിത് വയനാട് ചുരം നമ്മളിത് ഓൾറെഡി ഇതിന് ഗിയർ സപ്പോർട്ടും ഉണ്ട്, 7 സ്പീഡ് ഗിയർ സപ്പോർട്ടും വരുന്നുണ്ട്. ഏത് കയറ്റവും ഈസി ആയിട്ട് വയനാട് ചുരം വരെ ഞങ്ങൾ ഓടിച്ച് കയറ്റിയതാണ് വിത്ത് പെഡൽ അസിസ്റ്റൻസ്. വലിയ കയറ്റമാണെങ്കിൽ പെഡൽ അസിസ്റ്റൻസ് വേണ്ടി വരും. നോർമലി ഒക്കെ നമുക്ക് ആക്സിലേറ്ററിൽ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഫോക്കസ് മാൾ, കാലിക്കറ്റ് ഫോക്കസ് മാളിൻ്റെ റാമ്പൊക്കെ ഞങ്ങൾ ഇത് നമ്മൾ ഉപയോഗിച്ച് കയറ്റിയതാണ്. പിന്നെ ഇൻബിൽഡ് ആയിട്ട് തന്നെ നമുക്കൊരു ഹോണും അതേപോലെ തന്നെ ലൈറ്റ് അങ്ങനത്തെ ഫെസിലിറ്റി ഒക്കെ ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്.